നമ്മളിപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്ററുകൾ അവിടെ എത്തിച്ചു. താങ്കളും അവിടെ ആ സൈറ്റിലെത്തിയപ്പോൾ അത് കണ്ടു കാണുമല്ലോ. അത് 2 എണ്ണമാണ് എത്തിച്ചത്. കരയുടെ ചേർന്നുള്ള പുഴയുടെ അടിവാരത്തെ ചെളിയൊക്കെ കോരിമാറ്റി അങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തി. ഇനിയിപ്പോൾ ഉപയോഗിക്കാവുന്ന എല്ലാ സാധ്യതകളും പരീക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ചോദ്യം അങ്ങയോട് ഉന്നയിക്കുന്നത് തന്നെ. നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന സജഷൻസിൽ ഒന്നാണ് ഈ ആംഫിബസ് ഈ എക്സ്കവേറ്റർ എന്ന് പറയുന്ന എക്സ്കവേറ്ററിൽ തന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങി പുഴയിലെ ചെളി കോരി മാറ്റുന്നതിന്, പുഴയിൽ അടിഞ്ഞു കിടക്കുന്ന മൺതിട്ടകളൊക്കെ നീക്കുന്ന ൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതുപോലെയുള്ള പോണ്ടൂൺസിൽ തന്നെ നദിയിലേക്ക് ഇറക്കി ഇത് പ്രവർത്തിപ്പിക്കുന്നതും വിദേശ രാജ്യങ്ങളിലെ ചിത്രങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നാട്ടിൽ അത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോങ് ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ആ രീതിയിൽ ആ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന, ഈ 3 മീറ്റർ താഴെ വരെയുള്ള മണ്ണ് മാറ്റുക, അങ്ങനെയുള്ള സാധ്യതകൾ കൂടി തേടുമോ അതോ ഡൈവിംഗ് മാത്രമായിരിക്കുമോ? അല്ല, ആ സാധ്യത കൂടി തേടണം. അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയ സാധ്യതകൾ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായും ഈ മേഖലയിലെ വൈദഗ്ധ്യം തന്നെ പുതിയ കാലത്തിനനുസരിച്ച് ഉണ്ടായിട്ടുള്ള വിപുലീകരിക്കപ്പെട്ടതിൻ്റെ സാധ്യതയും അതെല്ലാം തേടണം. അതെല്ലാം ഇനിയും എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് തേടി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാട് നടപ്പിലാക്കാനുള്ള എല്ലാ ഇടപെടലും കേരള സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നടത്തും. നോക്കൂ ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ അങ്ങ് തന്നെ, അതായത് ഒരു സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രി തന്നെ 11ാമത്തെ ദിവസം അവിടെ എത്തി ക്യാമ്പ് ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നാളെയും ഈ ദൗത്യത്തിന് ഏകോപനം നിർവഹിക്കാൻ താങ്കൾ അവിടെ ഉണ്ടാകുമെന്നാണ്. ഇന്നിപ്പോൾ രാത്രിയാകുമ്പോഴേക്കും മന്ത്രി AK ശശീന്ദ്രനും എത്തുന്നുണ്ട്. 2 മന്ത്രിമാരെ പൂർണ്ണമായും ഈ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ രക്ഷാദൗത്യം ഇനി മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രി അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അല്ല, 2 മന്ത്രിമാർ ഇപ്പോൾ ശ്രീ AK ശശീന്ദ്രൻ രാത്രി എത്തും. ഇവിടെ ഇപ്പോൾ MLA മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ കോഴിക്കോട് MP ഇവിടെ ഉണ്ടായിരുന്നു, മഞ്ചേശ്വരം MLA ഉണ്ടായിരുന്നു. അതിന് പുറമെ ശ്രീ സച്ചിൻ ദേവും ശ്രീ ലിൻഡോയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഇനിയും ഇപ്പോൾ അവർ പോവുകയാണെങ്കിൽ അതിന് പകരം മറ്റ് MLA മാരെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവരുടെ കുടുംബങ്ങളുമായി സംസാരിക്കാനും അവർക്ക് എന്തെങ്കിലും പ്രയാസം, അവരുടെ ബന്ധുമിത്രാദികൾക്ക്, ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും ഒക്കെ വേണ്ടി മറ്റ് ഇവർ പോകുന്ന സമയത്ത് വേറെ ആളുകളെ കൊണ്ടുവരുന്ന കാര്യം ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റ് MLA മാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ ആലോചിക്കണമെന്നാണ് പൊതുവേ ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ഈ കുടുംബാംഗങ്ങൾക്ക്, ഇവിടെയുള്ളവരുടെ ബന്ധുമിത്രാദികൾക്കും കാര്യങ്ങൾ പറയാനും അവർക്ക് അവരുടെ പ്രയാസങ്ങൾ, ഇപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ അവിടെ പോയി തിരിച്ചു വരുമ്പോഴാണ് ഒരു പ്രയാസം അവർ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ വിളിച്ചു വരുത്തി ഞങ്ങളിരുന്നു. ഈ 2 MLA മാരും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴുള്ള ഒരു പ്രധാന വിഷമം കുടുംബാംഗങ്ങൾ പറഞ്ഞത് അവർക്ക് അവിടെ എത്തിപ്പെടാനുള്ള ചില തടസ്സങ്ങളാണ്. അപ്പോൾ അവർക്ക് അവിടെ വന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യം ഒന്നും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷേ അവരുടെ ഒരു മനസ്സ് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അവരോട് പരുഷമായി പെരുമാറാതെ അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ സഹായിക്കാനും സഹകരിക്കാനുമുള്ളൊരു സ്ഥിതി ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ കളക്ടർ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു സജഷൻ വെച്ചു. അവരിൽ ഒരു 3 പേർക്ക് അവിടേക്ക് കയറി ചെല്ലാനുള്ള ഒരു പാസ് സംവിധാനം ഏർപ്പാട് ചെയ്യണം. അങ്ങനെ അത് തീരുമാനമാക്കി. അതിനുശേഷം പോലീസായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ അത് മുമ്പ് ചൂണ്ടിക്കാണിച്ചതാണല്ലോ. പോലീസായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് SP യുമായി ചർച്ച നടത്തി. SP യുടെ ചർച്ചയ്ക്ക് ശേഷം ബന്ധുമിത്രാദികളെ വിളിച്ചു വരുത്തി, അവരെയും ഇരുത്തി, SP യും അവരെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങൾ സംസാരിച്ചു. ഇവരുടെ ഒരു മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ നിലയിലുള്ള ഇടപെടൽ പൊതുവെ പോലീസ് നടത്തുമെന്ന് SP യും അവിടെ ഉറപ്പ് നൽകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതൊക്കെ പറ്റിയത് അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന നിലയിലേക്ക് ഇവിടെ ഈ ആളുകളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനം ഇനിയും ഇപ്പോൾ ശ്രീ ലിൻഡോ ആയാലും ശ്രീ സച്ചിൻ ദേവ് ആയാലും അല്ലെങ്കിൽ നേരത്തെ കോഴിക്കോട് MP ആയാലും മഞ്ചേശ്വരം MLA ആയാലും അവർക്ക് അവരുടേതായ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. എന്നാൽ ഇതൊരു പ്രധാന വിഷയമായി കണ്ടുകൊണ്ടാണ് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഇവിടെ ഇവർക്കൊക്കെ സംസാരിക്കാൻ പറ്റുന്ന നിലയിൽ ആളുകൾ ഉണ്ടാവണം. ഇത് ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവർ പോകുന്ന സമയത്ത് മറ്റ് 2 MLA മാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകും. ആ നിലയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിലയിൽ ആളുകൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യും. അപ്പോൾ
അതുപോലെ തന്നെ പെട്ടെന്നൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒരാളുണ്ടാവുക എന്നുള്ളത്, ഇതൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ സംവിധാനം കൂടി ഒരുക്കണമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഞങ്ങൾക്കും, അതായത് താങ്കൾ കാണുന്നുണ്ടാകുമല്ലോ, നമ്മൾ ഇടവേളകൾ പോലും എടുക്കാതെ ഒരേ വാർത്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ പലപ്പോഴും അവിടേക്ക് ഈ കുടുംബം നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്നത് എന്താണ്, പരിശോധനയിൽ എന്തെങ്കിലും കിട്ടിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയാത്ത ചില ഘട്ടങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതായത് തത്സമയം നമുക്ക് അവിടേക്ക് പോയി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് പലയിടങ്ങളിൽ നിന്നും മാറ്റുന്നത് ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. പിന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടപെടുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഈ കുടുംബം കൂടുതലായി നേതാക്കളെ ബന്ധപ്പെടുന്നത് പോലെ തന്നെ മാധ്യമങ്ങളിൽ നമ്മളെ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അല്പസമയം മുമ്പ് അർജുൻ്റെ അമ്മ തന്നെ അത് പറയുകയും ചെയ്തു. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംവിധാനം, അതായത് ആളുകൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾ, താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുപക്ഷെ താങ്കളെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമോ, നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, ആരെങ്കിലും സഹായിക്കാൻ വരണോ, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന്, അർജുനെ അറിയാത്ത ഒരുപാട് ആളുകളിൽ നിന്ന് ഈ ഒരു അന്വേഷണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള രക്ഷാദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമല്ലേ താങ്കൾക്കും നേരിടേണ്ടി വന്നത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ 11 ദിവസം ലോകത്തുള്ള പല മലയാളികൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. അർജുൻ്റെ വീട്ടുകാരുമായും പരിസരവാസികളുമായി ഞങ്ങൾ ഒരു ദിവസം നിരവധി തവണ പരിസരവാസികൾ, അവിടുത്തെ കൗൺസിലർ, മറ്റുള്ളവർ, അവരുമൊക്കെയായി കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡേ ടു ഡേ കാര്യങ്ങൾ എല്ലാ നിലയിലും കോർഡിനേറ്റ് ചെയ്ത് ഇടപെടുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ അതിന് മുൻകൈ എടുത്തു. ചീഫ് സെക്രട്ടറി അതിനുവേണ്ടി എല്ലാ നിലയിലും ഇടപെട്ടു. കോഴിക്കോട് ജില്ലാ കലക്ടർ അതിൻ്റെ ചുമതല നിർവഹിച്ചു. പിന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാവരും കാര്യങ്ങൾ ചെയ്തു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇവിടെ വന്ന് ഇടപെടുന്നൊരു സ്ഥിതി, നമ്മൾ ആളുകളെ തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇതൊക്കെ ചെയ്യുന്നത് നമുക്കൊക്കെ വല്ലാത്തൊരു മാനസികമായ ഒരു പ്രയാസമുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അതിനെ എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട്, എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് എല്ലാ ശ്രമവും നടത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അതിലേറ്റവും വലിയൊരു കാര്യമാണ് ഈ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ആത്മവിശ്വാസത്തോടു കൂടി നിർത്തുക, അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യുക. ഞങ്ങൾ ഈ 11 ദിവസവും എല്ലാ നിലയിലും അത് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് തുടരും.